മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ 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 നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ 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 നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകം 33 അതിൻ്റെ 14-15 വാക്യങ്ങൾ. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് പറഞ്ഞു. ഇത് മോശയ്ക്ക് കർത്താവ് നൽകുന്ന ഇതാണ്. എൻ്റെ സാന്നിധ്യം, കർത്താവ് പറയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഒരു പ്രതികൂല സാഹചര്യത്തിൽ വിഷയത്തിന് നടുവിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാന്നിധ്യം കൂടെ പോരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സാമീപ്യം, കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. ഈ സാന്നിധ്യം എന്താണ്? അത് റൂഹാഖ്, അഥവാ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ആ ദൈവ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ സാന്നിധ്യം, കർത്താവ് വരുന്നിടത്ത് ആ തേജസ് വരും. അതുകൊണ്ടാണ് മറൂബ മലയിൽ കർത്താവ് മുഖത്തിൻ്റെ ഭാവം മാറുന്നതും ഉടുപ്പ് മിന്നുന്ന വെള്ളയായിത്തീരുന്നതും അങ്ങനെ തേജസ്കരിക്കപ്പെടുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം, ആ സാമീപ്യം ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ പറയാം, നമുക്കിവിടെ അങ്ങ് താമസിക്കാം, ഇവിടെ താമസിക്കുന്ന നന്ന് എന്ന് പറഞ്ഞു. ദൈവ സാന്നിധ്യം നമ്മുടെ വിഷയങ്ങളെ മറപ്പിക്കുമെന്ന് മാത്രമല്ല, വിഷയങ്ങൾക്ക് വിടുതൽ തരുന്നതാണ്. എവിടെയാണ് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നത്? 2-3 പേർ ഒരു മനസ്സോടെയാണോ കൂടിയിരിക്കുന്നത്, അവരുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം വരും. 2 പേർ ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കും. ദൈവ സാമീപ്യത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ വിടുതലുണ്ടാകും. പഴയ നിയമ പുസ്തകത്തിൽ നിയമപ്പെട്ടക എവിടൊക്കെ, ദൈവത്തിൻ്റെ പെട്ടക എവിടൊക്കെ ചെന്നോ അവിടെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞപ്പം
നിയമപ്പെട്ടകം എവിടെ ഇരുന്നോ, ദൈവ സാന്നിധ്യം, ദൈവ തേജസ്, ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ കുടികൊണ്ടോ ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ആര് ഈ ദൈവ സാന്നിധ്യത്തെ അവഗണിച്ചോ അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ അവഗണിച്ചപ്പോൾ അവർ നന്മ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അത് മുഴുവൻ ദേഹരൂപമായി വസിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, അത് യേശു ക്രിസ്തുവിലാണ്. ആ യേശു ക്രിസ്തു, ആ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇന്ന് എന്നിലും നിങ്ങളിലും വസിക്കുന്നു. ഇതൊരു മതത്തിൻ്റെ വിഷയമല്ല. മതം മാറി പുതിയൊരു മതത്തിൽ ചേരുകയല്ല യേശുവിനെ സ്വീകരിക്കുമ്പോൾ. പകരം ദൈവത്തിൻ്റെ സാമീപ്യം നമ്മോട് കൂടെ പോരുകയാണ്, ദൈവ സാന്നിധ്യം കൂടെ പോരുകയാണ്. ഇവിടെ മോശ വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം നീനെ അറിയിക്കുമാറായിട്ട് ഒരു ജാതി എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പറയാണ്. പറയുമ്പോൾ ദൈവം പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ വിഷയങ്ങളുടെ നടുവിൽ ദൈവം പറയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരെ, ഞാൻ നിൻ്റെ കൂടെ പോന്നാൽ പോരെ. നമ്മളിപ്പോൾ ഒരാൾ പറയാം, ഒരു വലിയ പ്രതികൂലത്തിന് നടുവിക്കുക, ഒത്തിരി വിഷയമാണ്, വേണ്ട നീ പേടിക്കണ്ട, ഞാനവിടെ വരാമെന്നേ എന്ന് പറയുന്ന പോലെ കർത്താവ് പറയാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. എൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, ആത്മാവാണ്. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ സാന്നിധ്യം. ആ തേജസ്സാണ് റൂഹാക്ക്. ആ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിനക്ക് സ്വസ്ഥത ലഭിക്കും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി. എവിടെ ദൈവ സാന്നിധ്യത്തിൽ ഒരു വ്യക്തി മൂടി നിൽക്കുമോ ആ വ്യക്തി വലിയ സ്വസ്ഥത അനുഭവിക്കും. ഒരു പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിരിക്കും, വിഷയത്തിൻ്റെ മധ്യത്തിലായിരിക്കും, രോഗത്തിൻ്റെ മധ്യത്തിലായിരിക്കും അവരനുഭവിക്കുന്നൊരു സാന്നിധ്യം. നമ്മൾ കണ്ടുണ്ടാകും ചില ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ വിഷയങ്ങളും പ്രതിസന്ധിയൊക്കെ ആകുമ്പോൾ അവർ സന്തോഷത്തോടെ അവർ അതിനെ അഭിമുഖീകരിക്കുന്ന കാണാം. അവർ തനിച്ചല്ല, അവരുടെ മേലെ ദൈവ സാന്നിധ്യം കുടികൊള്ളുന്നതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ സാമീപ്യം അവരുടെ കൂടെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം, ദൈവ സാമീപ്യം നിങ്ങളോട് കൂടെയിരിക്കും. അതുകൊണ്ട് മോശ പറയണം, അവനോട് തിരുസാന്നിധ്യം, ദൈവമേ നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് വിടല്ലേ, എനിക്ക് പേടിയാണ് ദൈവ സാന്നിധ്യമില്ല. ഇന്ന് അത്ര പേരങ്ങനെ പറയും, ദൈവകർത്താവേ നിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഇന്ന് എന്നെ ഒരു സ്ഥലത്തും അയക്കരുത്. കർത്താവേ നിൻ്റെ സാമീപ്യമില്ലാതെ, നിൻ്റെ ശക്തിയില്ലാതെ എന്നെ അയക്കരുത്, എൻ്റെ കൂടെ നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഇന്ന് പ്രതികൂലത്തിൻ്റെ നടുവിൽ, വിഷയത്തിൻ്റെ മധ്യത്തിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, വലിയ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുമ്പോൾ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഇവരുടെ കൂടെ ഇന്നിറങ്ങി ചെല്ലണമേ. കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ തേജസ്, ആ സാന്നിധ്യം, സാമീപ്യം ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് ഒരു സാഹചര്യങ്ങളും പരിശുദ്ധാത്മാവെ തിരുസാന്നിധ്യം വിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഉറക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഇതുപോരായേ, 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 നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ, ഇതുപോരായേ, ഇതുപോരായേ,
ഇതുപോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ.